ആലപ്പുഴ ചെറിയനാട് അടിവസ്ത്രം മാത്രം ധരിച്ചെത്തി 5 വീടുകളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി ബിജു സെബാസ്റ്റ്യൻ പിടിയിലായത്. ഈ മാസം 10-ന് നടന്ന മോഷണത്തിൽ 1/4 പവന്റെ സ്വർണ്ണമോതിരവും 5000 രൂപയും ബൈക്കുകളും മോഷ്ടിച്ചതിന് പുറമെ മഴക്കോട്ടും ഇയാൾ കൈവശപ്പെടുത്തിയാണ് കടന്നുകളഞ്ഞത്. തൊട്ടടുത്തുണ്ടായിരുന്ന ചായക്കടയിൽ കയറി 12 മുട്ടകൾ എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ച ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത്. ചെങ്ങന്നൂർ ചെറിയനാട് 15-ാം വാർഡിൽ 5ഓളം വീടുകളിലും ചായക്കടയിലും കവർച്ച നടത്തിയ കേസിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിലായത്. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി ബിജു സെബാസ്റ്റിനെയാണ് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക അന്വേഷണ സംഘം വർക്കലയിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ 10-ന് രാത്രി ചെറിയനാട് 15-ാം വാർഡ് അത്തിമൺചേരി ഭാഗത്താണ് മോഷണ പരമ്പര അരങ്ങേറിയത്. ചന്ദ്രൻ, സോമനാഥക്കുറുപ്പ്, സോമംപിള്ള, സുമേഷ് എന്നിവരുടെ വീടുകളിലും കെട്ടിട നിർമ്മാണ കരാറുകാരൻ തോമസ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലുമാണ് ഇയാൾ ഒന്നിനു പുറകെ ഒന്നായി കയറിയത്. ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ബൈക്കും കുടയും, കരാറുകാരൻ തോമസിന്റെ വാടക വീട്ടിലെ തൊഴിലാളികളുടെ ബാഗിൽ നിന്ന് 5000 രൂപയും 1/4 പവന്റെ സ്വർണ്ണമോതിരവും, സുമേഷിന്റെ വീട്ടിൽ നിന്ന് മഴക്കോട്ടും ഇയാൾ അപഹരിച്ചു. മറ്റ് 2 വീടുകളിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മുഖം തുണി കൊണ്ട് മറിച്ച് അടിവസ്ത്രം മാത്രം ധരിച്ചാണ് മോഷ്ടാവ് വീടുകളിലെത്തിയത്. വീടുകളിലെ മോഷണത്തിന് ശേഷം മാമ്പള്ളിപ്പടിയിൽ പ്രവർത്തിക്കുന്ന KB സത്യന്റെ ചായക്കടയിലും പ്രതി കവർച്ച നടത്തി. ഇവിടെ നിന്ന് 3000 രൂപയാണ് കവർന്നത്. പണത്തിന് പുറമെ കടയിലുണ്ടായിരുന്ന 12 മുട്ടകൾ എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ച ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത്. മോഷ്ടാവ് കവർന്ന ഒരു ബൈക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു ബൈക്ക് വർക്കലയിൽ പ്രതി ഓടിച്ചുകൊണ്ടുപോകും വഴിയാണ് പോലീസ് പിടിയിലായത്. ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മാവേലിക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. 2 ദിവസത്തിനകം ബിജുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും മോഷണത്തിന് മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്ന് അപ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, ആലപ്പുഴ.